ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിഫ്റ്റി വീക്കിലി എക്സ്പയറി ഡേ ആയിരുന്നു. നമുക്ക് ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള തകർപ്പൻ ട്രേഡുകളൊന്നും കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും അടിപൊളി പ്രോഫിറ്റേക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ട്രേഡ് സെറ്റപ്പ് ഒന്ന് വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നതാണ് അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ. കുറച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ജസ്റ്റ് ഇപ്പോൾ ഒന്ന് കാണിച്ചിട്ട് പോവാം. ഇത് നിഫ്റ്റിയിലത്തെയാണ്. നിഫ്റ്റിയിലത്തെ ഒരു 200 പോയിൻറ്റ്, പിന്നെ ഒരു 50 പോയിൻറ്റ്. 200 പോയിൻറ്റ് എടുക്കാൻ പറ്റിയില്ലെങ്കിലും 1 വേ ആണ്. ഒരു 100 പോയിൻ്റൊക്കെ നമുക്ക് മിനിമം കിട്ടും. ഇതൊരു സൈഡ് വേസ് മാർക്കറ്റിൻ്റെ ആണ്. ഈ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നത് രാവിലെ മോർണിംഗിലായിരുന്നു. ഫ്രീ ഗ്രൂപ്പിലാണ്. ഇങ്ങനത്തെ ഒരു ക്യാൻഡിൽസ് ബിഹേവിയർ കണ്ടത് ഫ്രീ ഗ്രൂപ്പിലാണ്. എന്നാലും പ്രോഫിറ്റിക്ക് പോകാൻ പറ്റും. എന്നാലും 10 ക്യാൻഡിലൊക്കെ എക്സിറ്റ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒരു ഓപ്ഷൻ കിട്ടില്ല അവിടെ. ഫ്രീ ഗ്രൂപ്പിലുള്ളവരുടെ കാര്യം പറയണത്. അവർക്ക് ഇന്ന് അടിപൊളി ട്രേഡുകൾ വന്നിട്ടില്ല. വന്നത് ഈ ഒറ്റ ട്രേഡാണ്. പക്ഷെ അത് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്താലാണ് ഒരു 20 പോയിൻ്റെങ്കിലും കിട്ടുള്ളൂ. 10 ക്യാൻഡിലൊക്കെ ഇറങ്ങാനും പറ്റും. ഒരു സേഫ്റ്റി എന്ന് പറഞ്ഞാൽ 10 ക്യാൻഡിൽ ഇറങ്ങണതാണ് കേട്ടോ. അതിപ്പോൾ ചെറിയ സെല്ലാണെങ്കിലും ചെറിയ പ്രോഫിറ്റ് ആണെങ്കിലും, പ്രോഫിറ്റിലാണെങ്കിൽ നമുക്ക് കോസ്റ്റ് ഇട്ടിട്ട് വേണമെങ്കിൽ വെറുതെ ഇരിക്കാം. എസ് എല്ലാകുമ്പോൾ 10 ക്യാൻഡിൽ കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് ഒരു ചെറിയ എസ് എൽ കൊടുത്തിട്ട് നമുക്ക് ഇറങ്ങാം. ഇത് പേഡ് ഗ്രൂപ്പിൽ ഇടുകയാണ് 81 200 C. ഇതൊക്കെ ഓൾറെഡി അവർക്ക് കൊടുത്തേക്കണ ലെവൽസാണ്. അവിടെ റീ എൻട്രികളാണ് ഇതൊക്കെ. റീ എൻട്രികൾ ഫുൾ ടാർഗറ്റ് പോയിക്കുന്നതാണ്. 400 പോയിൻ്റാണ് പോയിക്കുന്നത്. നമ്മൾ 200 പോയിൻ്റാണ് സെൻസസിൽ ടാർഗറ്റ് കേട്ടോ. ഇതിലിപ്പോൾ 400 പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും 400 പോയിൻ്റ് എടുത്തുണ്ടാവില്ല. അതും പറയാമല്ലോ. 200 പോയിൻ്റ്, 100 പോയിൻ്റ്, 200 പോയിൻ്റ്, 300 പോയിൻ്റ് അങ്ങനെ വെച്ചിട്ടൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഇത് 1 വേയിൽ നല്ല രീതിക്ക് മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം. ഫുൾ ഗ്രീൻ ക്യാൻഡിൽസ് ആണ്. ഒരു റെഡ് വന്നാൽ തന്നെ 990 ബൈം പ്രൈസ് 661. ഒരു 300 പോയിൻ്റ് അടുത്ത് എല്ലാവരും കിട്ടും. ഇത് നിഫ്റ്റിയാണ്. ഇത് 100 പോയിൻ്റ് കിട്ടിയാണതാണ്. ഇതിലും സെയിം സിനാരിയോ തന്നെയാണ്. ഒരു മിനിമം 50 പോയിൻ്റ് എല്ലാവരും കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇത് സെൻസസിൻ്റെ തന്നെ ഒരു സൈഡ് വേസ് മൂവ്മെൻ്റ് ആണ് കേട്ടോ. നമ്മൾ നിഫ്റ്റിയിലൊരു സൈഡ് വേസ് ഉണ്ടായ ടൈമിൽ തന്നെയായിരുന്നു സെൻസസിലെ ഈ ചാർട്ടിൽ 80,900 P ഇതിലും സൈഡ് വേസിൽ നിൽക്കണ്ടായിരുന്നു. 10 ക്യാൻഡിൽ ഇറങ്ങാൻ തന്നെ ഓടിയും. മനസ്സിലായില്ലേ? 10 മിനിറ്റ് നമുക്ക് നല്ല പ്രോഫിറ്റ് വരുന്നുണ്ടെങ്കിൽ മാത്രം ഹോൾഡ് ചെയ്യാം. 10 മിനിറ്റ് എങ്ങനെ നല്ല പ്രോഫിറ്റ് വരും എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. അതിന് നിങ്ങൾ പ്രീവിയസ് നോക്കിയാൽ മതി. ഇത് 10 മിനിറ്റ് നല്ല പ്രോഫിറ്റ് അവിടെ വന്നിട്ടുണ്ട്. നിഫ്റ്റിയിൽ സെൻസസ് 10 മിനിറ്റ് നല്ല പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഈ 200 പോയിൻ്റ് കിട്ടിയാൽ നിഫ്റ്റിയിൽ 10 മിനിറ്റിലോ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. 50 മിനിറ്റിൽ 50 പോയിൻ്റ് കിട്ടിയത്, 50 പോയിൻ്റ് കിട്ടിയാലും 10 മിനിറ്റ് നല്ല പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എനിക്ക് പറയുന്നത് നിങ്ങൾ നമ്മുടെ ഓപ്ഷൻസ് ട്രേഡിങ് ചെയ്യുമ്പോൾ 10 മിനിറ്റ് നമുക്ക് ഹോൾഡിങ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. 10 മിനിറ്റിനുള്ളിൽ നമുക്ക് അവിടെ പ്രോഫിറ്റ് വരും. അതാണ് അതിൻ്റെ ഒരു ടോട്ടൽ തിയറി. ഇത് 24,800 P ആണ്. ഇത് ഉച്ച കഴിഞ്ഞിട്ട് കൊടുത്തേണ്ടാണ് ഇപ്പോൾ പെയ്ഡ് ഗ്രൂപ്പിൽ. ഇത് 50 പോയിൻ്റാണ്. പക്ക 50 പോയിൻ്റ് ടാപ്പ് ചെയ്ത് അടിയിലേക്ക് ഇറങ്ങി. ഇത് 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് മൂവ് ചെയ്തേക്കണത്. ഇത് എത്രത്തോളം പേര് എടുത്തിട്ടുണ്ടാവും എനിക്കറിയില്ല. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് മൂവ് ചെയ്തുകൊണ്ട് തന്നെ ചിലപ്പോൾ ചിലർ പോസ്റ്റിൽ എക്സിറ്റ് അടിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ 10 പോയിൻ്റ് ഉള്ളൂ എന്ന് വെച്ചിട്ട് വേണമെങ്കിൽ അവിടെ ഒരു ലോണിന് നിൽക്കാനും സാധ്യതയുണ്ട്. ഓൾറെഡി ഈ ട്രേഡൊക്കെ കിട്ടുന്നത് ഓൾറെഡി നല്ല പ്രോഫിറ്റ് ഇരിക്കുന്ന ടൈമിലാണ് ഈ ട്രേഡ് കിട്ടുന്നത്. അപ്പോൾ ഒരു 750 രൂപ ചിലപ്പോൾ റിസ്ക് എടുത്തുണ്ടാവാം. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയാണ് ഈ ട്രേഡ്. ഇതല്ലാണ്ട് വേറെ ട്രേഡ് ഉണ്ടായിരുന്നു. അത് ഞാൻ ലേഡാക്കിയിട്ടില്ല. അത് 18 രൂപയായിരുന്നു അതിൻ്റെ സ്ട്രൈക്ക് പ്രൈസ് ഉണ്ടായിരുന്നു. 18 രൂപയെന്ന് അത് 1:3 വരെ പോയിട്ടുണ്ട്. അതായത് 30 പോയിൻ്റാണ് മോളിക്ക്. 18 30 അല്ല, ടോട്ടൽ ഒരു 48-50 പോയിൻ്റ് 18 പോയിട്ടുണ്ട്. 1:3 ആക്ടിവേറ്റ് ആയ ട്രേഡായിരുന്നു. അത് ലാസ്റ്റ് ട്രേഡാണ്. അതും എടുക്കുന്ന നിർബന്ധമൊന്നുമില്ല, പറഞ്ഞു എന്ന് മാത്രം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡെൽറ്റ എക്സ്ചേഞ്ച് എന്തെങ്കിലും അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലിങ്ക് വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. നമ്മൾ അതിന് വേണ്ടിയിട്ട് മാത്രം സെപ്പറേറ്റ് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് തികച്ചും ഫ്രീ ആണ്. നിങ്ങൾ ഈ ലിങ്ക് വഴി മാത്രം അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് എനിക്ക് ടെലിഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ആ ഗ്രൂപ്പിൽ ഫ്രീ ആയിട്ട് തന്നെ ആഡ് ആക്കുന്നതായിരിക്കും. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നമ്മൾ പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രീ ഗ്രൂപ്പിലത്തെ കുറച്ച് കോൾസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ്. പലരും ചോദിക്കാറുണ്ട്, പറയാറുണ്ട് എൻ്റെ അടുത്ത്, ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് കാണുമ്പോൾ തന്നെ പേടിയാവും, അതായത് മുകളിലേക്ക് വടിയിലേക്ക് പോകുന്ന അറിയില്ല, അങ്ങനത്തെ ഡൗട്ട് പലർക്കും ഉണ്ടാവും. നിങ്ങളിപ്പോൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് നിഫ്റ്റിയുടെ സ്പോട്ട് നോക്കിയിട്ട് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവും. അതെന്ന് വെച്ചാൽ നിങ്ങളുടെ പേടിയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരിക. ക്യാൻഡിൽസ് ഇനി അങ്ങനെ പോകും ഇങ്ങനെ പോകുന്നൊക്കെയാണ് നമ്മുടെ മുമ്പിലേക്ക് വരിക. നിങ്ങൾ പക്ക സ്ട്രൈക്ക് ചാർട്ടിലേക്ക് വരിക. സ്ട്രൈക്ക് ചാർട്ടിൽ വന്നു കഴിഞ്ഞാൽ വലിയ ഇഷ്യൂ നിങ്ങൾക്ക് ഉണ്ടാവില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കറക്റ്റ് എക്സാക്റ്റ് പ്രൈസിലാണ്. പിന്നെ ഇത്ര രൂപ എസ് എൽ വരൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. എല്ലാ ദിവസവും പറയാറുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ പിന്നെയും പറഞ്ഞു കൊടുന്ന് മാത്രം. അപ്പം അങ്ങനെ ശീലിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലൂടെ പ്രോഫിറ്റ് വരും. ഇത് ടോട്ടൽ ഇന്നത്തെ നിഫ്റ്റി ലെവൽസാണ്. നിഫ്റ്റി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇന്ന് മൂവ് ചെയ്തേക്കുന്നത് കേട്ടോ. നമ്മൾ ആരെയും ശ്രദ്ധിച്ചോന്ന് അറിയില്ല. നിങ്ങൾക്ക് എങ്ങനെ നോക്കിയാലും പ്രോഫിറ്റേ വരുള്ളൂ. ഈ ഒരു സെക്ഷൻ ഫുള്ള് 6-ാം തീയതി ഒരു സെക്ഷനാണ് നിങ്ങൾ കാണുന്നത്.
ഈ ഒരു സെക്ഷൻ പോലെ അല്ല ഇന്നലത്തെ സെക്ഷൻ. നിങ്ങളത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഇന്നലെ കറക്റ്റ് സൈഡ് വേസ് സെക്ഷൻ ആയിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ മുമ്പത്തെ ദിവസമാണെങ്കിലും ഒരു വൺ വേ മൂവ്മെൻ്റ് ആണ്. ഇതിൽ സിയിലേക്കും പിയിലേക്കും ഓപ്പർച്യൂണിറ്റി കുറവ് തന്നെയാണ്. പക്ഷേ ഒരു വൺ വേ മൂവ്മെൻറ്റ് ഭയങ്കര അൺസോളേഷനൊക്കെയാണ് കിട്ടണത്. ഒരൊറ്റ ട്രേഡ് എടുക്കാനുള്ള അല്ലെങ്കിൽ 2 ട്രേഡ് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളൂ 3-ാം തീയതി. പക്ഷേ ഇത്രയും ദിവസം വന്ന് നോക്കുമ്പോൾ ഈ ഒരു സെക്ഷൻ ഇന്നത്തെ ദിവസം ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. വൻ മൂവ്മെൻ്റ് ആണ്. നമുക്ക് എല്ലാ ഭാഗത്തേക്കും ട്രേഡ്സ് എടുക്കാൻ പറ്റുന്നൊരു സിനാരിയോ മാർക്കറ്റിന് തന്നിട്ടുണ്ട്. അതാണ് ഇന്നത്തെ ദിവസത്തെ ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് ഇത്രയും ടാർഗറ്റ് വന്നത് കേട്ടോ. നിങ്ങളിപ്പോൾ സ്ട്രൈക്ക് ചാർട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നിപ്പോൾ ഈസി ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ടാവും അത് മുകളിൽ നിന്ന് കടയിൽ നിന്ന് എടുക്കാൻ നോക്കി. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ടൈമിൽ ഇതൊക്കെ നിങ്ങളുടെ മൈൻഡിലേക്ക് വരണം, എന്നാലേ കാര്യം നടക്കുള്ളൂ. ഇനി നിഫ്റ്റി ഭയങ്കര ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു കേട്ടോ. എന്നിട്ടാണ് ഇത്രയും നല്ല മൂവ്മെൻറ്റ് കിട്ടുകയാണത്. ഞാൻ വിചാരിച്ചത് വീക്കിലി ആയതുകൊണ്ട് ചിലപ്പോൾ ഇനി മൂവ്മെൻറ്റ് ഉണ്ടാവില്ല, എന്നിത്തിരി സീനായിരിക്കും എന്ന് വിചാരിച്ചത്. പക്ഷേ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ കൂടി നിഫ്റ്റി തകർത്ത് മൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. എല്ലാവർക്കും പ്രോഫിറ്റ് എടുക്കണവർക്ക് എടുക്കാം, അങ്ങനത്തെ ലെവലുള്ള മൂവ്മെൻ്റ് ആയിരുന്നു. നിങ്ങൾക്ക് ഏതൊക്കെ സെക്ഷൻസ് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടിയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ടോട്ടൽ നമുക്ക് ഇത്രയും സ്ട്രൈക്കുകളുണ്ടായിരുന്നു. ഇത്രയും സ്ട്രൈക്കുകൾ വാച്ചിങ് ആണ്. കുറേ ട്രേഡ് കിട്ടിയിട്ടുണ്ട്, കുറേ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ 2 ട്രേഡ്. 24,650 C, 24,650 C, രണ്ടെണ്ണം സെയിം സ്ട്രൈക്കാണ്. ഒരെണ്ണത്തിൽ 50 പോയിൻറ്റ്, ഒരെണ്ണത്തിൽ 200 പോയിൻറ്റ്. 50 പോയിൻറ്റ് തയ്ച്ചെന്നല്ല കേട്ടോ, 200 പോയിൻറ്റ് തയ്ച്ചെന്നല്ല, ഒരു 200 പോയിൻറ്റ് അത്ര. ഒരു 96-97 പോയിൻ്റൊക്കെ ഉണ്ട് അതിൽ. 200 ഓർഡർ ഉണ്ടാക്കിയെന്നുള്ളൂ. ഇത് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ലെവലാണ്. ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിൽ നിന്ന് ഏഴരയ്ക്ക് ഇട്ടിട്ടുള്ള ലെവലാണ്. ഈ 2 ലെവൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആ 2 ലെവലിൽ മാത്രമേ ട്രേഡ് ഉള്ളൂ. പ്രത്യേകിച്ച് പറഞ്ഞു പോകണമെന്നില്ല. ഇതൊക്കെ ഈസി എൻട്രികളാണ്. രാവിലെ മാർക്കറ്റ് ഇവിടെ കയറി. ഇപ്പോൾ 5-ാം തീയതിയാണ് ഡേറ്റ് വരുന്നത്. മാർക്കറ്റ് കറക്റ്റായിട്ട് ആ ലെവലിൽ നിന്ന് റിജക്ഷൻ എടുത്ത് അടിയെ പോകുന്നു. തിരിച്ച് കയറി ഒരു റെഡ് ക്യാൻഡിൽ മുകളിലൊന്നും ട്രേഡ് എടുക്കാൻ പറ്റില്ല, വെയിറ്റ് ചെയ്യുക. പിന്നെയും ക്യാൻഡിൽസ് അടിയിലേക്ക് ഇറങ്ങി. ഇതിൻ്റെ ഒരു ഫോർമേഷൻ ആണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. പലർക്കും അതും ഡൗട്ടുണ്ട്. മാർക്കറ്റ് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തു, നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. ഇതാണ് 5-ാം തീയതിയിലത്തെ റെഡ് ക്യാൻഡിൽ. അവിടെ നിന്ന് അടിയിലേക്ക് പോകുന്നു. മാർക്കറ്റ് നമുക്കൊരു കണ്ടീഷൻ തന്നു. നമുക്കിവിടെ ട്രേഡ് ആക്ടിവേഷൻ നടന്നു. കണ്ടോ, റെഡ് ക്യാൻഡിലൂടെ വന്നിട്ടുണ്ട്. ട്രേഡ് ആക്ടിവേഷൻ നടന്നു. നമുക്ക് പക്ഷെ എടുക്കാൻ പറ്റില്ല, പ്രൈസ് ഹൈ ആണ്. അപ്പോൾ നമുക്ക് കിട്ടേണ്ട പ്രോഫിറ്റ് അതല്ല. പക്ഷെ ഇവിടെ നിർത്തുകൊണ്ട് തെറ്റില്ല, 10 പോയിൻറ്റ് എസ്സിൽ ഇടണം. അത് പക്ഷേ ഹൈ റിസ്ക് ആണ്. അപ്പോൾ അങ്ങനെ പ്രോഫിറ്റ് കിട്ടി. മാർക്കറ്റ് അടിയിലേക്ക് പോന്നു. ഞാൻ പിന്നെ എപ്പോഴും പറയും, ഇവിടെ എത്തുമ്പോൾ ട്രേഡ് എടുക്കരുതെന്ന് പറയാം. ഇപ്പോൾ എന്തായി, ഇപ്പോൾ അടിയിൽ നിന്ന് ഈ മുകളിൽ നിന്ന് ഇത്രയും ദൂരം വന്നു. ഇപ്പോൾ കറക്റ്റ് പിന്നെ ലിമിറ്റിന് തട്ടി. ഇവിടെ ട്രേഡ് എടുക്കാൻ പറ്റുമെന്ന് പലരും ചോദിക്കാറുണ്ട്. ബേസിക്കലി ഇവിടെ ട്രേഡ് എടുക്കാൻ പറ്റില്ല. നമ്മൾ ഇത്തിരി വേണം വെയിറ്റ് ചെയ്യണം. അടിയിലേക്ക് നല്ല രീതിക്ക് അടിയിലേക്ക് വന്ന് തിരിച്ച് കയറുന്നു. തിരിച്ച് കയറി ഒരു റിജക്ഷൻ ഇട്ട് പിന്നിങ് തിരിച്ച് കയറി നമുക്ക് കണ്ടീഷനോട് ആക്ടിവേറ്റ് ആയി. നിങ്ങൾ ഈ റെഡ് ക്യാനിൽ കണ്ടോ, മനസ്സിലായാലും ഈ കണ്ടീഷനോട് ആക്ടിവേറ്റ് ആയിട്ട് പിന്നെയും മുകളിലേക്ക് പോയി. നമുക്ക് ഫുൾ ടാർഗറ്റ് ഇവിടെ കൊണ്ടുവന്നു. ഇതാണ് ടോട്ടലോ ഒരു വ്യൂ ഇതിൻ്റെ. അടുത്ത സെഗ്മെൻറ്റ് ഇങ്ങനെ തന്നെയാണ്. പക്ഷേ ഇതിൽ നമുക്ക് SL ഒന്നും പോയിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വെറുതെ അടുത്ത് എന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ 200 പോയിൻറ്റ് പോകും, അല്ലെങ്കിൽ 50 പോയിൻറ്റ് എടുത്തിറങ്ങും. അടുത്താകുമ്പോൾ ക്യാൻഡിൽസ് അടിയിലേക്ക് ഇറങ്ങി അപ്പോൾ തന്നെ കയറി വേണമെങ്കിൽ എടുക്കാമെന്ന് മാത്രം. അങ്ങനെയാണ് 200 പോയിൻറ്റ് പോയത്. ഇനി മുകളിലത്തെ എൻട്രി കിട്ടില്ല കേട്ടോ. ഇതേപോലെ തന്നെയാണ് ഈ എൻട്രി 122. പ്രൈസ് നമുക്ക് ആക്ടിവേഷൻ നടന്നിട്ടുണ്ട്. ക്യാൻഡിൽസ് ഇവിടുന്ന് ക്യാൻഡിൽസ് മുകളിൽ കയറി നമുക്ക് ഇവിടെയാണ് പ്രൈസ് ആക്ടിവേഷൻ നടന്നേക്കണത്. അപ്പോൾ പ്രൈസ് ഹൈ ആണ്, നമുക്ക് എടുക്കാൻ പറ്റില്ല. കാര്യം മുകളിലേക്ക് പോയി, പക്ഷേ ഇത്തിരി ഹൈയിലാണ് വന്നേക്കണത്. നമുക്ക് ഇവിടെ നിന്ന് കിട്ടണം എൻട്രി ഈ ലിമിറ്റെന്ന്. അല്ലെങ്കിൽ ഇത്തിരി ഡിമാൻഡ് ഇവിടെയൊക്കെ ഒരു രൂപ 2 രൂപ വ്യത്യാസത്തിന് ഇവിടെ കിട്ടണം, എന്നാലാണ് മുകളിൽ ഇരിക്കാൻ പറ്റുള്ളൂ. ഇത് ഇവിടെ കിട്ടി നമുക്ക് 10 പോയിൻ്റ് ഉണ്ടെങ്കിൽ ഇടാം. പക്ഷേ ഭയങ്കര അഗ്രസീവാണ്. പ്രോഫിറ്റ് ഇത്രയൊക്കെ കിട്ടുള്ളൂ. അതായത് ഒരു 171 100 പോയിൻറ്റ് മുകളിലേക്ക് പോയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും റിസ്ക് ആണ് കേട്ടോ. ഞാൻ പറയാലോ, അത് നമുക്ക് ട്രേഡ് ആക്ടിവേഷൻ നടന്നു. നമുക്ക് ട്രേഡ് എടുക്കാം 10 പോയിൻറ്റ് എസ്സിൽ ഇട്ടിട്ട്. 10 പോയിൻ്റ് ഒന്നും അടിക്കില്ല അവിടെ. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ റിസ്ക് എന്ന് പറഞ്ഞാൽ ഹൈ ആണ്. ഹൈൻ്റെ റിസ്ക് ആണ് അവിടെ SL പോകാൻ. നിങ്ങൾക്ക് ഒരുവിധ ഐഡിയ കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണു ഞാൻ എങ്ങനെയാണ് നിങ്ങളോട് ട്രേഡ് എടുക്കാൻ പറയണത്. നിങ്ങൾ ഇതിലൊരു റിപ്പീറ്റ് അടിച്ച് കാണാട്ടെ ഈ പരിപാടി. എന്നാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എങ്ങനെയാണ് നിങ്ങൾ എൻ്റെ ഒപ്പം ട്രേഡ് എടുക്കേണ്ടതെന്ന്. പിന്നുള്ളത് 80,900 B ആണ്. 80,900 B 2 ക്യാൻഡിലും 10 ക്യാൻഡിൽ നോക്കിയിരിക്കുക. ഇതിലിപ്പോൾ നിങ്ങൾ 10 ക്യാൻഡിൽ നോക്കിയിരുന്ന് നമുക്കൊരു കോസ്റ്റ് പോയി എന്നിട്ട് നമുക്ക് പ്രോഫിറ്റ് മിസ്സായെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ട്രേഡ് നോക്കുക. ഈ ട്രേഡിൽ 10 ക്യാൻഡിൽ വെയിറ്റ് ചെയ്ത് നിങ്ങൾ ഇറങ്ങുന്നത് അത്രയും ബെസ്റ്റാണ്. പിന്നെ ഡെയിലിക്ക് SL അടിക്കുക ചെയ്യണത്. അപ്പോൾ നിങ്ങൾ 10 മിനിറ്റ് കൊണ്ട് പ്രോഫിറ്റ് കിട്ടണം തന്നെ വിചാരിക്കുക. ഓപ്ഷൻസാണ് നമ്മൾ ചെയ്യണത്. 10 മിനിറ്റ് കൊണ്ട് പ്രോഫിറ്റ് കിട്ടണം. ഇനിയിപ്പോൾ ഇവിടെ എൻട്രി ഇല്ലെന്ന് ചോദിക്കണവരുണ്ടാവും. ഇവിടെ എൻട്രി ഉണ്ട്. 10-20 പോയിൻ്റ് പോയിട്ടുള്ളൂ.
10 കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങൾ ഇറങ്ങേണ്ട വരും. മനസ്സിലായത്? തിരിച്ചു കയറുമ്പോൾ പിന്നെ എൻട്രികളൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ല ഒന്നുമില്ല. ഇത് 24,700 PA ആണ്. ഇത് തന്നെയാണ് നേരത്തെ പറഞ്ഞ അതേപോലത്തെ പരിപാടി തന്നെയാണ്. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടണം, അത്ര നിങ്ങൾ ചിന്തിക്കാവുള്ള കാര്യം. പിന്നെ ഇത് 81,100 C ആണ്. ഒരെണ്ണം നമുക്ക് 1:10 ആണ് ആക്ടിവേറ്റ് ആയിരിക്കുന്നത്. അത് 400 പോയിന്റ്, 400ൻ്റെ മുകളിലുണ്ട് സംഭവം. ഒരു 500 പോയിന്റിൻ്റെ മുകളിൽ 500 പോയിന്റ് കറക്റ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 400 പോയിന്റ് പറഞ്ഞാൽ മതി. തൽക്കാലം 1:10 ആയിട്ടാണത്. അപ്പോൾ 400 പോയിന്റ് ഉണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് 4 ലൈൻ കാണാൻ പറ്റും. ഈ 4 ലൈനിൽ ഫസ്റ്റ് നമുക്ക് ആക്റ്റീവ് ആവുന്നത് ഇവിടെയാണ്. നമുക്ക് ഫസ്റ്റ് റേഡ് ഇവിടെയാണ് ആക്ടിവേഷൻ വരുന്നത്. പക്ഷേ ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഈ 661 എന്ന് പറഞ്ഞ ലൈൻ, അതായത് ഈ 661 എന്ന് പറഞ്ഞ ഈ ഒരു പ്രൈസ്, അതായത് ഈ സെക്കൻഡ് ഇതിൻ്റെ സെൻറ്ററിലത്തെ ഈ ലൈൻ കുറേ കഴിഞ്ഞിട്ട് വന്നതാണ്. നമുക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്ന ലൈൻ ഇതാണ്, 630.10 എന്ന് പറഞ്ഞ ഫസ്റ്റത്തെ ലൈൻ ഇതാണ്. ഇവിടെ നമുക്ക് ഈ ഒരു റെഡ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റില്ല, ഹൈ ആണ്, വെയിറ്റ് ചെയ്യേണ്ടി വരും. ക്യാൻഡിൽസ് അടിയെ പോയിട്ട് തിരിച്ച് കയറുമ്പോൾ ഈ എൻട്രി ട്രിഗറായിട്ട് നമുക്കൊരു 150 പോയിന്റ് 110 പോയിന്റോളം വന്നിട്ടുണ്ട്. പിന്നെയും ക്യാൻഡിൽസ് അടിയിലേക്ക് പോയി, അതായത് പിന്നെയാണ് ഈ ലൈൻ വരണത്, അതായത് 661 പിന്നെ വരണത്. പിന്നെ അവിടെയാണ് പിന്നത്തെ എൻട്രി വരണത്. അങ്ങനെയാണ് ഈ എൻട്രി കിട്ടിയത് കേട്ടോ. നമുക്ക് ഡൗട്ടുകളൊക്കെ ഉണ്ടാവും, പക്ഷെ അത്രയും കണ്ട് ഓപ്പണായിട്ടെല്ലാം പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതൊക്കെയും നമ്മുടെ എക്സ്ട്രീമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇതൊക്കെയും. ഈ പ്രൈസ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇതുമ്പോൾ നോക്കുമ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് മാർക്കറ്റ് ടൈം കഴിഞ്ഞിരിക്കുമ്പോൾ നമുക്കിപ്പോൾ പല എൻട്രികളും തോന്നും. പക്ഷെ അങ്ങനെയല്ല, മാർക്കറ്റ് റൺ ചെയ്യുമ്പോൾ ഈ എൻട്രി എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. 400 പോയിൻ്റൊക്കെ ഇപ്പോൾ നിങ്ങളിവിടെ നോക്കുക, ഇവിടെ ഇത്രയും ഗ്രീൻ ക്യാൻഡിൽസാണ് വരുന്നത്. നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ പിക്ക് ചെയ്തു. ഇവിടെ കറക്റ്റ് നമ്മുടെ ആക്ടിവേഷൻ ക്യാൻഡിലായിട്ടുള്ള റെഡ് ക്യാൻഡിൽ കറക്റ്റ് റിജക്റ്റ് ആക്കി, പിന്നെ നേരെ കയറിപ്പോയി. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി മാർക്കറ്റിലുള്ളൂ. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. അതപ്പോൾ അത്രയും എക്സ്ട്രീമാണ് മെത്തേഡ്. മനസ്സിലായില്ലേ? ഇൻഡിക്കേറ്റേഴ്സ് ഏത് ഇൻഡിക്കേറ്റേഴ്സിനേക്കാളും ഒരു 100 മടങ്ങ് വാസുള്ള ഒരു മെത്തേഡാണ്. ഞാൻ പറയുന്നത് ഇൻഡിക്കേറ്റർ എന്നല്ല, മെത്തേഡാണ്. ഇത് ഞാനായിട്ട് ബിൽഡ് ചെയ്തേക്കണ മെത്തേഡാണ്. പിന്നെ 24,800 PA ആണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, 50 പോയിൻ്റാണ്. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് കിട്ടിയ ട്രേഡാണ്. എല്ലാവർക്കും ഇതിൽ നല്ല പ്രോഫിറ്റ് വന്നിട്ടുണ്ടാവണം. 10 മിനിറ്റ് കൂടുതൽ ഇത് വിറ്റവർക്ക് ഉണ്ടെങ്കിൽ ഉണ്ടാവില്ലേ. അതൊരു 10-13 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് റൺ ചെയ്ത് തുടങ്ങിയത്. അങ്ങനെയാണ് 50 പോയിന്റ് കേട്ടോ. പിന്നെ ഓൾറെഡി പ്രോഫിറ്റ് വന്നവർക്ക് ഒരു 750 രൂപ റിസ്ക് എടുക്കാം. ഞാൻ ഒരു ലോട്ട് എടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ എല്ലാവരും അടുത്തും. 24,750 സിയിലാണ്. ഇതൊരു 30 പോയിന്റ് പോയിട്ടുള്ള ട്രേഡാണ്. എന്നിട്ട് അടിയിലേക്ക് പോയിട്ട് ചെയ്തത് 18 രൂപയുടെ എൻട്രി ആണ് കേട്ടോ. 18 രൂപ 10 പൈസയിലുള്ള എൻട്രി ആണിത്. 30 പോയിന്റ് മുകളിലേക്ക് പോയിട്ടുണ്ട്. 1:3 ആണ് ആക്ടിവേഷൻ. പിന്നെ മെൽറ്റായി. അതൊന്നും ചെയ്യാനില്ല, അതങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ. ഔട്ട് ഓഫ് ദ മണി അല്ല, ഇത് അറ്റ് ദ മണിയാണ്. അപ്പോൾ അതങ്ങനെ സംഭവിക്കുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ ക്രൂഡ് ഓയിലിൻ്റെ ലെവലാണ്. 5,400 കോൾ. ഇപ്പോൾ ആക്ടിവേറ്റ് ആയിട്ടില്ല. 130-150 അതിൻ്റെ റേറ്റ് വരുന്നത്. പ്രൈസ് വരുന്നത്. അതിൻ്റെ എൻട്രി പ്രൈസ് 139-150. അപ്പോൾ അവിടെ സ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നല്ല ക്രൂഡ് ഓയിൽ നല്ല മൂവ്മെൻറ്റുകളുണ്ടായിരുന്നു. ഇന്നലെയൊക്കെ പ്രോഫിറ്റ് എടുത്തവരുണ്ടാവും. ക്രൂഡ് ഓയിൽ വളരെ ഈസിയാണ് കേട്ടോ. നമ്മൾ വിചാരിക്കണ മാതിരി അല്ല. നമുക്ക് ഒരു SL-ഒക്കെ അടിക്കില്ല എന്നൊന്നുമില്ല. ഒരു SL-ഒക്കെ പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ എക്സിറ്റ് അടിക്കണ പോലെ ഇരിക്കും നിങ്ങളുടെ SL കുറയില്ലേ. മനസ്സിലായില്ലേ? പക്ഷെ നല്ല പ്രോഫിറ്റ് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളൊരു സെക്ഷനാണ്. പിന്നെ ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസം 10 കോൾസ് 15 കോൾസ് ഒന്നും കിട്ടില്ല. നിഫ്റ്റി പോലൊന്നും കിട്ടില്ല. അതിലൊരു 3 കോൾസ് 4 കോൾസ് മാക്സിമം അത്രേ വരുള്ളൂ. സിഗ്നൽസേ വരുള്ളൂ ക്രൂഡ് ഓയിലിൽ. അപ്പോൾ ക്രൂഡ് ഓയിലിനെ കുറിച്ച് അത്രേ പറയാനുള്ളൂ. നിങ്ങൾ ആർക്കെങ്കിലും ക്രൂഡ് ഓയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ട്രേഡേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബേസ്മെൻറ്റ് ഇല്ല ട്രേഡിങ്ങിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബിഗിനേഴ്സ് ലെവൽ വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ അത് ഞാൻ ഫ്രീ ആയിട്ട് നിങ്ങൾ സെൻഡ് ചെയ്ത് തരും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ബിഗിനറെന്ന് കമൻറ്റ് ചെയ്യുക, ഒരു ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്ര വേണ്ട. എന്നിട്ട് നിങ്ങൾ ടെലിഗ്രാമിൽ എനിക്ക് DM ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് ആ വീഡിയോ സെൻഡ് ചെയ്ത് തരാം. അത് തികച്ചും ബിഗിനേഴ്സിന് ബേസ്മെൻറ്റ് സെറ്റാകാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അത് കാര്യങ്ങൾ കുറച്ചെങ്കിലും മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ട്രേഡിങ്ങിക്കൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഭയങ്കര എളുപ്പമൊന്നുമല്ല. ഞാനത് പറഞ്ഞുതരും ഭയങ്കര എളുപ്പമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഭയങ്കര ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇവിടെ നിങ്ങൾ ഇപ്പോൾ പ്രോഫിറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് പഠിച്ചു തുടങ്ങി നടത്തും.
മനസ്സിലായില്ലേ? എളുപ്പമില്ലാത്തൊരു മേഖലയാണ്. ഭയങ്കര ഈസിയൊന്നും അല്ല അതിൻ്റെ ഉള്ളിൽ പ്രോഫിറ്റ് എടുക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഡെയിലി എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ വിളിച്ചുകൂടെ ഞാൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത്. നാളെ ലാസ്റ്റ് ഡേ ആണ് ട്രേഡിങ്ങിൻ്റെ. നാളെ നല്ല പ്രോഫിറ്റുകൾ ഉണ്ടാവട്ടെ. പ്രീമിയം ചിലപ്പോൾ കൂടുതലായിരിക്കും, എന്നാലും നമുക്ക് നന്നായിട്ട് ട്രേഡ് ചെയ്യാൻ നല്ല ഓപ്പർച്യൂണിറ്റികൾ കിട്ടട്ടെ. അപ്പോൾ ഓക്കെ ബൈ.